വറഹ്മത്തുള്ളാ. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ പാഠഭാഗത്തിൻ്റെ അവസാന ഭാഗമാണ്. നമ്മുടെ മഹാത്മാഗാന്ധിയെ കുറിച്ചുള്ള ഒരു ചെറിയ ലഘു വിവരണമാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. महात्मा गांधी बाबाए कौम ഗാന്ധി ജി കിസി താറുഫ് കെ മൊഹ്താജ് നഹി. നമ്മുടെ ദേശീയ നേതാവായ ഗാന്ധിജിയെ ആർക്കും തന്നെ എന്താകേണ്ടതില്ല, പ്രത്യേകമായി പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. വോ ജദീദ് ഹിന്ദുസ്ഥാനി സിയാസിയത്ത് കെ ബുലന്ദ് തരേ മീനാർ थे. അദ്ദേഹം നമ്മുടെ ആനുകാലിക ഇന്ത്യയിൽ നവകാലിക ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു വലിയ ഗോപുരമാണെന്നാണ് പറയുന്നത്. പിന്നെയോ जिन्होंने गुलाम हिंदुस्तान को आजाद करने के सिलसिले ने तहरीक आजादी को सिमत दफ्तार दी. അദ്ദേഹം ഇന്ത്യയെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി നമ്മുടെ സ്വതന്ത്ര സമരത്തിൽ അദ്ദേഹം ദിശാബോധവും അതിലേക്കുള്ള ഒരു വേഗതയും അദ്ദേഹം നൽകിയിട്ടുണ്ട് എന്നാ പറയുന്നത്. അപ്പൊ അദ്ദേഹം നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വിശ്രമമില്ലാത്ത പരിശ്രമം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. നല്ലൊരു ദിശാബോധം ഈ സമൂഹത്തിന് മുമ്പിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ കഴിയുന്ന വിധത്തിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ട്, നൽകിയിട്ടുണ്ട്. പിന്നെയോ ഗാന്ധിജിക്കോ ഉറുദു പഠനേക്ക ഹാസ് സൗക്കത്ത. നമ്മുടെ ഗാന്ധിജിക്ക് ഉറുദു പഠിക്കാൻ വലിയ താല്പര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഗാന്ധിജിക്ക് ഉറുദു സെ ദിൽചസ്പിക്ക് ദറസിൽ. ഈ ഗാന്ധിജിക്ക് എന്തുകൊണ്ടാണ് ഈ ഉറുദു പഠിക്കാനുള്ള പ്രത്യേകമായ ഒരു താല്പര്യം ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാല് ഉൻകെ ഖിയാം ആഫ്രിക്കക്ക് യാദ്ഗാർത്തി. ആഫ്രിക്കയിൽ അദ്ദേഹം പോയി താമസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ആഫ്രിക്കയിൽ അദ്ദേഹം പോയി താമസിച്ച അദ്ദേഹത്തിന്റെ ചില അനുഭവങ്ങളാണ് അദ്ദേഹത്തെ എന്താക്കിയത്, ഈ ഉറുദുമായിട്ട് വലിയ താല്പര്യം ഉണ്ടാക്കിയത്. പിന്നെയോ ഗാന്ധിജിക്ക് സവാനിഹ് നിഗാർ. ഗാന്ധിജിയുടെ ചരിത്രകാരൻ അദ്ദേഹം ആര്യാണ്, ഡി ഡെണ്ടുൽക്കർ. അദ്ദേഹം എഴുതിയിട്ടുണ്ട്. എന്താണ് അദ്ദേഹം ഗാന്ധിജിയെ കുറിച്ച് എഴുതിയത്? ആഫ്രിക്കയിലെ ഓ ബച്ചോങ്കോ തോടി തമിഴ് ഓർ ഉറുദു ബി സിക്കാത്തേത്തെ. അദ്ദേഹം ആഫ്രിക്കയിലായിരുന്ന സമയത്ത്, നമ്മുടെ ഗാന്ധിജി ആഫ്രിക്കയിലായിരുന്ന സമയത്ത് അദ്ദേഹം അവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് കുറച്ച് തമിഴും അതുപോലെ തന്നെ ഉറുദും ഒക്കെ പഠിക്കുമായിരുന്നു. കാരണം ഉറുദും തമിഴും എന്ന് പറഞ്ഞാൽ വളരെ ലളിതമായ സുന്ദരമായ ഭാഷകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ ഭാഷ അവിടെയുള്ള ആഫ്രിക്കയിലുള്ള വിദ്യാർത്ഥികൾക്കൊക്കെ എന്താകാറുണ്ടായിരുന്നു, പഠിപ്പിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. മാത്രമല്ല ജയിൽമേൻ ജോ കിതാബേൻ ഉൻകെ പാസ്തെ. ജയിലിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ കുറച്ച് ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഉന്മേം സെ ഏക്ക്, അതിൽപ്പെട്ടതാണ് ഇത് ഏക് മുഅല്ലിമ ഉറുദു. ഒരു ഉറുദു മുഅല്ലിമ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നു. ഇനെ മൗലാന അബുൽ കലാം ആസാദിന് ദീത്തി. ഈ കിതാബ് ആര് നൽകിയ, ഈ പുസ്തകം ഗാന്ധിജിക്ക് ആര് നൽകിയായിരുന്നു? നമ്മുടെ അബുൽ കലാം ആസാദ് നൽകിയ ആ പുസ്തകമായിരുന്നു. ആ പുസ്തകം അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ട്. നമ്മുടെ ഗാന്ധിജി അഭിനയ കിതാബ് അദ്ദേഹത്തിന്റെ സ്വന്തം ഗ്രന്ഥമായ ദ വേ ടു കമ്മ്യൂണൽ ഹാർമണി. ഈ ഗ്രന്ഥത്തിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. എന്താണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്? ജബ് വോ യർവാദ ജയിൽ മേൻ തേ തോ ഇനെ उन्होंने युगाना तबीब जी और जहरा अंसारी से उर्दू സീഖി. അദ്ദേഹം യർവാഡ ജയിലിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ തൊബീബ് ജിയും അതുപോലെ തന്നെ സെഹ്റ അൻസാരിയും, ഇങ്ങനെ രണ്ട് വ്യക്തിത്വങ്ങൾ അദ്ദേഹത്തെ എന്താക്കിയിട്ടുണ്ട്, ഉറുദു പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയാണ്. ഉനോനെ അദ്ദേഹം ഇസ് ബാത്ത് കി വസാഹത്ത് കി ഈ അദ്ദേഹത്തിന്റെ ഈ കാര്യം വ്യക്തമാക്കുന്നുണ്ട് എന്ത് അദ്ദേഹത്തിന്റെ ഹത്തോ കിതാബ് കി ജരിയെ ഇൻ ദവാഖ്തോൻ സെ ഉറുദു സിഖിയെ. അദ്ദേഹത്തിന്റെ ഈ കത്തുകളിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട് അദ്ദേഹം ഉറുദു പഠിച്ചത് ഇവരുമായിട്ടുള്ള സംസാരത്തിലൂടെയും ഒക്കെയാണ് അദ്ദേഹം ഉറുദു പഠിക്കുന്നത് എന്ന് ഈ കത്തുകൾ മനസ്സിലാക്കി തരുന്നുണ്ട്.